ഈശോമിശിഹായിലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് സഭയ്ക്കുവാരം ആരംഭിക്കുകയാണ്. നാം ഇന്ന് വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നുമാണ്. 17-ാം അധ്യായത്തിൽ ഈ പ്രാർത്ഥനയെ ഈശോയുടെ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ വ്യാഖ്യാനിക്കാറ്. നമ്മൾ പ്രാർത്ഥന ഉടനീളം വായിച്ചു നോക്കുകയാണെങ്കിൽ ഈശോ പിതാവിൻ്റെ അടുത്ത് എത്തിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണിത്. ഈശോ എന്തിനാണ് പ്രാർത്ഥന എത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്മാരും സഭ മുഴുവനും ഒന്നായിരിക്കണമെന്ന ഈശോയുടെ വലിയ ആഗ്രഹമാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ വീക്ഷിക്കാം. പഴയ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 12 ഗോത്രങ്ങളായിരുന്ന ഇസ്രായേൽ ജനത്തിനെ ഒരുമിപ്പിക്കുന്നത് ഈശോയിൽ യാഹ്വേയുള്ള വിശ്വാസമാണ്. അവിടെ അവസാനിക്കുന്നില്ല. യാഹ്വേയുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് വിമോചിതരാകുന്നതും കാനാൻ ദേശം കീഴടക്കുന്നതും അവസാനം ഒരു രാജ്യമായിട്ട് അവർ തീരുന്നതും. നിങ്ങളവരെ അതിൽ തന്നെ പ്രകടമായൊരു കാര്യമാണ് ഈ ഐക്യത്തിന് വേണ്ടി ദൈവം അത്രമാത്രം നിലനിൽക്കുന്നുണ്ടെന്ന്. ഈശോ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ ഭിന്നതയല്ല സ്നേഹമാണ് കൊണ്ടുവരുന്നത്. പിന്നീട് എന്താണ് സഭയിൽ ഉണ്ടായതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, കാലാന്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സഭയിൽ വിഘടനങ്ങളും വിഭജനങ്ങളും ഉണ്ടാകുന്നു. അതേ തുടർന്നാണ് ഇന്ന് നാം കാണുന്ന ഈ സഭ, ഇപ്രകാരമുള്ള കത്തോലിക്ക സഭ രൂപപ്പെട്ടത്. പക്ഷെ ഈശോയുടെ ആഗ്രഹം അന്നും ഇന്നും ദൈവാരാധനയും ഒരു സഭയുമാണ്. പ്രകാരമാണ് നമുക്ക് ഈശോയുടെ ഈ ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളിൽ എത്രമാത്രം ഈ ഐക്യത്തിന് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. കാര്യം ശരിയാണ്, 4 വ്യക്തികൾ, അപ്പനും അമ്മയും മക്കളും ഉൾപ്പെടുന്ന പല വ്യക്തികളും വ്യത്യസ്ത സ്വഭാവ രീതിയിലുള്ളവരായിരിക്കും ഒരു ഭവനത്തിൽ. പക്ഷെ എത്രമാത്രം സ്നേഹത്തിൽ, ഐക്യത്തിൽ നമുക്ക് ഭവനത്തിൽ ഒന്നായിട്ട് തീരാൻ പറ്റുന്നുണ്ട്. അയൽക്കാർ തമ്മിൽ, കുടുംബ കൂട്ടായ്മയിൽ എത്രമാത്രം ഈ ഐക്യവും ഈ സ്നേഹവും നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്ക് ഇടവകയിലും അങ്ങനെ പടിപടിയായിട്ട് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഐക്യം കാണാൻ സാധിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചകൾ ഉണ്ടാകുമ്പോൾ, മാതാപിതാക്കളും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവർ ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കുക? അതോ അല്ലെങ്കിൽ നമ്മൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണോ? അതോ ഹൃദയപൂർവ്വം അവരെ സ്വീകരിച്ചുകൊണ്ട് അതിൽ തീരുമാനം എടുക്കുകയാണോ? നമ്മൾ എപ്രകാരമാണ് അവർ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഉള്ളിലേക്ക് ഒതുങ്ങാനായിട്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി ഒരുപാട് കൊതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാലും അവരെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനും അവരെയും കേൾക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരുടെ കാഴ്ചപ്പാടുകളെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് അതിൽ നല്ല വശങ്ങൾ ഉൾക്കൊള്ളിക്കുവാനുള്ള കൃപയുണ്ടാകുമ്പോഴാണ്, അതിന് സാധിക്കുമ്പോഴാണ് നമ്മൾ കുറേയും കൂടി നല്ല ക്രിസ്ത്യാനികളായിട്ട് മാറുക. അല്ലാത്ത പക്ഷം നമ്മൾ വെറും നാമമാത്ര ക്രിസ്ത്യാനികളാവുകയും പേരിൽ മാത്രമുള്ള ക്രിസ്ത്യാനികൾ ഒതുങ്ങുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, പിതാവും ഈശോയും ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ആത്മാവോട് കൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ രക്ഷാകര കർമ്മത്തിൽ നമ്മളൊക്കെ പങ്കാളികളാവുന്നത്. അപ്രകാരം ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഒരു വിശ്വാസവും ഒരു ഹൃദയവും ഒരു ആത്മാവും ഒരു ശരീരവുമുള്ള സഭയായിട്ട് തീർന്നുകൊണ്ട് അനേകരിലേക്ക് ഈ സുവിശേഷം എത്തിക്കുവാനും അനേകരെ ഈ സദ്വാർത്തയിലേക്ക് ആനയിക്കുവാനും, ഒപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മാതാപിതാക്കളെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും സഹോദരന്മാരെ ആണെങ്കിലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സമൂഹമായി, ഒരു സഭയായി, ഒരു ഹൃദയമുള്ള, ഒരു ജീവനുള്ള, ഒരു ആത്മാവുള്ള ഒരു സഭയായി തീരുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രവർത്തിക്കാം. അതിനായി നമുക്ക് കുടുംബങ്ങളിൽ ഐക്യമുള്ള ഒരു മനസ്സുള്ള കുടുംബ പ്രാർത്ഥനകളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഊട്ടുമേശകളും ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശു നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.